A channel for current affairs and general knowledge. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. A channel for current affairs and general knowledge. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഫെബ്രുവരി 2024 ഇമ്പോർട്ടൻറ്റ് ഡേയ്സ്, അതായത് ഓരോ മാസത്തെയും നമ്മൾ കഴിഞ്ഞ ജനുവരി മാസത്തെ ഓരോ ദിവസത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസങ്ങളെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഫെബ്രുവരിയിലെ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസങ്ങൾ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നമുക്ക് ആദ്യത്തെ ഇതിലേക്ക് കിടക്കാം. ഫെബ്രുവരി 1, അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഫെബ്രുവരി 1 ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഡേ. ഓക്കെ, ഫെബ്രുവരി 1 ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഡേ ആണ്. ഇത് എന്നാണ് ആചരിക്കാൻ തുടങ്ങിയതെന്ന് ചോദിച്ചാൽ, അതായത് ഫെബ്രുവരി 1 1977 മുതലാണ് നോക്കുക. ഓക്കെ, എന്ന് വെച്ചാൽ ഈ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് എന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്തതെന്ന് ചോദിച്ചാൽ ഫെബ്രുവരി 1 1977. അതുകൊണ്ടാണ് ഫെബ്രുവരി 1-ാം തീയതി ഈ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ആയിട്ട് ആചരിക്കുന്നത് നോക്കാം. ഇനി ഇപ്പോഴത്തെ ഡയറക്ടർ ജനറൽ, ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ ഡയറക്ടർ ജനറൽ ആരാന്ന് ചോദിച്ചാൽ രാകേഷ് പാലാണെന്നും കൂടി നോക്കാം. പിന്നെ അടുത്തത്, ഈ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഏത് മിനിസ്ട്രീൻ്റെ ഭാഗമായിട്ടാണെന്ന് ചോദിച്ചാൽ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ആണെന്നും കൂടി നോക്കാം. ഓക്കെ, സോ ഫെബ്രുവരി 1 ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ആണ്. ഫെബ്രുവരി 1 1977 ഈ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് നിലവിൽ വരുന്നത്. ഇപ്പോഴത്തെ ഡയറക്ടർ ജനറൽ ഇമ്പോർട്ടൻ്റ് ആണ്. ആരാന്ന് ചോദിച്ചാൽ രാകേഷ് പാലാണ്. ഇനി കോസ്റ്റ് ഗാർഡ് ഏത് മിനിസ്ട്രി ആണെന്ന് ചോദിച്ചാൽ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ആണെന്നും കൂടി നോക്കാം. അടുത്താണ് ഫെബ്രുവരി 2. ഫെബ്രുവരി 2 എന്ന പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ വേൾഡ് വെറ്റ്ലാൻഡ് ഡേ ആണ്, അതായത് തണ്ണീർത്തട ദിവസം. സോ ഈ വെറ്റ്ലാൻഡ് ഡേ അതായത് ഈ വെറ്റ്ലാൻഡ്സ് എന്ന് പറയുന്നത് മുകളിൽ പറഞ്ഞിട്ടുണ്ട്, ലാൻഡ് ഏരിയാസ് ദാറ്റ് ആർ സാച്ചുറേറ്റഡ് ഓർ ഫ്ലഡഡ് വിത്ത് വാട്ടർ ഐദർ പെർമനൻ്റ്ലി ഓർ സീസൺലി. അതായത് ഈ വെള്ളം സ്ഥിരമായിട്ടോ അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് ഇങ്ങനെ വെള്ളം കൂടിയിട്ട് ഒരു ഭാഗത്ത് നിന്ന് അത് ചതുപ്പായിട്ട് മാറുന്നതല്ല. അതുകൊണ്ടാണ് അതിനെ തണ്ണീർത്തടം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലം അങ്ങനെയുള്ളതൊക്കെ. സോ നമുക്കറിയാം ചതുപ്പ് പോലുള്ള ഭാഗമൊക്കെ. സോ അതൊക്കെയാണ് തണ്ണീർത്തടമായിട്ട് കണക്കാക്കുന്നത്. അത് 3 തരത്തിലുണ്ട്. 1 ഇൻലാൻഡ്, 2 കോസ്റ്റൽ, 3 ഹ്യൂമൻ മെയ്ഡ്. ഈ ഹ്യൂമൻ മെയ്ഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫിഷ് പോണ്ട്, അതുപോലെ തന്നെ റൈസ് പാഡിൽസ്, പിന്നെ സാൾട്ട് പാൻസ് പോലുള്ളത്. ഇനി ഇൻലാൻഡ് ആണെങ്കിൽ അത് മാർഷ്, ലേക്ക്, റിവർ, പിന്നെ ബീ ലാൻഡ്, ഫ്ലഡ് പ്ലെയിന്, സ്വാംസ്, ഇതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. പിന്നെ കോസ്റ്റൽ ആണെങ്കിൽ ഈ സാൾട്ട് വാട്ടറാണ്, മാർഷസ്, അതുപോലെ തന്നെ എസ്റ്ററീസ്, പിന്നെ മാംഗ്രൂവ്സ്, അതുപോലെ തന്നെ ലഗൂൺസ്, പിന്നെ കോറൽ റീഫ്. സോ ഫെബ്രുവരി 2 എന്താണെന്ന് ചോദിച്ചാൽ വെറ്റ്ലാൻഡ് ഡേ ആണ്. ഇതിൻ്റെയൊക്കെ തീമുണ്ട്, അത് നമ്മൾ വേറൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. അടുത്താണ് ഫെബ്രുവരി 4. ഫെബ്രുവരി 4 പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ വേൾഡ് ക്യാൻസർ ഡേ ആണെന്ന് നമ്മൾ നോക്കാം. അടുത്താണ് ഫെബ്രുവരി 6. ഫെബ്രുവരി 6 ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും നോക്കി നോക്കുക. ഇൻ്റർനാഷണൽ ഡേ ഓഫ് സീറോ ടോളറൻസ് ടു ഫീമെയിൽ മ്യൂട്ടിലേഷൻ, ഫെബ്രുവരി 6. അടുത്താണ് ഫെബ്രുവരി 7. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നാഷണൽ ബ്ലാക്ക് HIV ഓർ എയ്ഡ്സ് അവയർനെസ് ഡേ. ഓക്കെ, ബ്ലാക്ക് HIV, അതായത് ബ്ലാക്ക് HIV അല്ലെങ്കിൽ എയ്ഡ്സ് അവയർനെസ് ഡേ ആണ് ഫെബ്രുവരി 7 എന്നും നോക്കുക. ഈ എയ്ഡ്സിൻ്റെ സിമ്പിളാണ് ഈ കാണുന്നത്. ഇതല്ല, ആക്ച്വലി എയ്ഡ്സിൻ്റെ റിബൺ ഇതേപോലെ തന്നെയാണ്, പക്ഷേ എങ്കിൽ ഈ നിറം അല്ല എന്ന് മാത്രം. ഇതിൻ്റെ നിറം എന്താണെന്ന് ചോദിച്ചാൽ ബ്ലാക്ക് HIV അല്ലെങ്കിൽ എയ്ഡ്സിൻ്റെ അവയർനെസ് ഡേൻ്റെ ഇത് റിബണിൻ്റെ നിറം നമുക്കറിയാം, റെഡ്, ബ്ലാക്ക്, അതുപോലെ തന്നെ ഗ്രീൻ, RBG. സോ ബ്ലാക്ക് HIV ഓർ എയ്ഡ്സ് ഡേ ഏതാണെന്ന് ചോദിച്ചാൽ ഫെബ്രുവരി 7. അടുത്താണ് ഫെബ്രുവരി 8. എന്താണെന്ന് ചോദിച്ചാൽ സേഫർ ഇൻ്റർനെറ്റ് ഡേ ആണെന്ന് നോക്കാം. ഇൻ്റർനാഷണൽ സേഫർ ഇൻ്റർനെറ്റ് ഡേ. സോ ഈ ഇൻ്റർനെറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പം പ്രത്യേകിച്ച് സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് അല്ലേ. ഇല്ലെങ്കിൽ വൈറസ് പോലെയൊക്കെ കയറും, കമ്പ്യൂട്ടറിലായിക്കോട്ടെ മൊബൈൽ ഫോണിലായിക്കോട്ടെ. സോ സൂക്ഷിച്ചില്ലെങ്കിൽ 8ൻ്റെ പണി കിട്ടും എന്ന് ഓർക്കുക. അപ്പോൾ ഫെബ്രുവരി 8 സേഫർ ഇൻ്റർനെറ്റ് ഡേ ആണെന്ന് നോക്കാം. അടുത്താണ് ഫെബ്രുവരി 10. എന്താണെന്ന് ചോദിച്ചാൽ വേൾഡ് പൾസസ് ഡേ ആണെന്ന് നോക്കാം, ഫെബ്രുവരി 10. അടുത്താണ് ഫെബ്രുവരി 11 ഇൻ്റർനാഷണൽ ഡേ ഓഫ് വുമൺ ആൻഡ് ഗേൾസ് ഇൻ സയൻസ് എന്ന് ഓർക്കുക. ഇതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ഒന്ന് ഓർത്തിരിക്കുക. ഫെബ്രുവരി 11 എന്താണെന്ന് ചോദിച്ചാൽ ഇൻ്റർനാഷണൽ ഡേ ഓഫ് വുമൺ ആൻഡ് ഗേൾസ് ഇൻ സയൻസ്. അടുത്താണ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഫെബ്രുവരി 12 എന്താണെന്ന് ചോദിച്ചാൽ
നാഷണൽ പ്രൊഡക്ടിവിറ്റി ഡേ. ഓക്കെ, നാഷണൽ പ്രൊഡക്ടിവിറ്റി ഡേ എന്നാന്ന് ചോദിച്ചാൽ ഫെബ്രുവരി 12. അടുത്താണ് ഫെബ്രുവരി 13. ഈ ഫെബ്രുവരി 13-ന് 3 എണ്ണം ഉണ്ട്. ഒന്ന് റേഡിയോ ഡേ ആണ്. ഓക്കെ, റേഡിയോ ഡേ. 2 ഇൻ്റർനാഷണൽ എപ്പിലെപ്സി ഡേ. ഓക്കെ, 1 റേഡിയോ ഡേ, 2 എപ്പിലെപ്സി ഡേ ഇൻ്റർനാഷണൽ. 3-മത്തെയാണ് സരോജിനി നായിഡുസ് ബർത്ത് ആനിവേഴ്സറി ഡേ. ഇത് ഇന്ത്യയിൽ ആചരിക്കുന്നതാണ് നമ്മൾ. ഓക്കെ, ഈ സരോജിനി നായിഡു. സോ ഈ സരോജിനി നായിഡു ജനിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫെബ്രുവരി 13-ാം തീയതിയാണ്. അതുകൊണ്ടാണ് ഫെബ്രുവരി 13 സരോജിനി നായിഡു ബർത്ത് ആനിവേഴ്സറി ഡേ ആയിട്ട് ആചരിക്കുന്നത്. എന്നാന്ന് ചോദിച്ചാൽ 1879. സരോജിനി നായിഡുവിനെ പറ്റി നമുക്ക് കുറച്ച് അറിയണം. അതുകൊണ്ടാണ് ഇതിൽ തന്നെ ചേർത്തത്. ഫെബ്രുവരി 13 1879-ലാണ് ജനിച്ചത്. ഈ 2024 ആചരിച്ചത് ഇവരുടെ 145-ാമത്തെ ബർത്ത് ആനിവേഴ്സറിയാണ്. 145-ാമത്തെ ബർത്ത് ആനിവേഴ്സറിയാണ് 2024 ആചരിച്ചതെന്ന് നോക്കുക. ഇവരെ നൈറ്റിംഗേൽ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നുണ്ട്. 1925 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയിരുന്നു. അതുപോലെ തന്നെ യുണൈറ്റഡ് പ്രൊവിൻസിൻ്റെ ഗവർണറായിരുന്നു 1947. സോ അതും കൂടി ഒന്ന് നോക്കാം. 1 ഹിന്ദിയുടെ, 2 എപ്പിലെപ്സിയുടെ, 3 സരോജിനി നായിഡു ദിവസം. അടുത്താണ് ഫെബ്രുവരി 14. എന്താണെന്ന് ചോദിച്ചാൽ പുൽവാമ അറ്റാക്കിൻ്റെ 5-ാമത്തെ വാർഷികം ആണെന്ന് നോക്കാം. അടുത്താണ് ഫെബ്രുവരി 15. എന്താണെന്ന് ചോദിച്ചാൽ ഇൻ്റർനാഷണൽ ചൈൽഡ്ഹുഡ് ക്യാൻസർ ഡേ ആണെന്ന് നോക്കാം. ഇൻ്റർനാഷണൽ ചൈൽഡ്ഹുഡ് ക്യാൻസർ ഡേ ഫെബ്രുവരി 15. അടുത്താണ് ഫെബ്രുവരി 16 വേൾഡ് ആന്ത്രപ്പോളജി ഡേ. അതായത് ഫെബ്രുവരിയിലെ 3-ാമത്തെ വ്യാഴാഴ്ചയാണെന്ന് നോക്കുക. പക്ഷേ അത് വന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇപ്രാവശ്യം അത് ഫെബ്രുവരി 16 മാത്രം. സോ ആന്ത്രപ്പോളജി ഡേ ഫെബ്രുവരിയിലെ 3-ാമത്തെ തേഴ്സ്ഡേ ആണെന്ന് നോക്കുക. ഓക്കെ, ഇപ്രാവശ്യം വന്നത് ഫെബ്രുവരി 16 കൂടി നോക്കാം. അടുത്താണ് ഫെബ്രുവരി 20 വേൾഡ് ഡേ ഓഫ് സോഷ്യൽ ജസ്റ്റിസ്. ഫെബ്രുവരി 20 വേൾഡ് ഡേ ഓഫ് സോഷ്യൽ ജസ്റ്റിസ്. അടുത്താണ് ഫെബ്രുവരി 21 ഇമ്പോർട്ടൻ്റ് ആണ്, ഇൻ്റർനാഷണൽ മദർ ലാംഗ്വേജ് ഡേ, അതായത് അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനം. എന്നാന്ന് ചോദിച്ചാൽ ഫെബ്രുവരി 21 ഇത് ചോദിക്കാറുണ്ട്. അടുത്താണ് ഫെബ്രുവരി 27. എന്താണെന്ന് ചോദിച്ചാൽ NGO ഡേ ആണ്, ലോക NGO ഡേ. എന്നാന്ന് ചോദിച്ചാൽ ഫെബ്രുവരി 27. അടുത്താണ് വെരി ഇമ്പോർട്ടൻ്റ് ഫെബ്രുവരി 28. എന്താണെന്ന് ചോദിച്ചാൽ നാഷണൽ സയൻസ് ഡേ ആയിട്ടാണ് ആചരിക്കുന്നത്. ഇത് ഇന്ത്യയിലെയാണെന്ന് കേട്ടോ. നാഷണൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിലാണ് നമ്മൾ ഇത് ആചരിക്കുന്നത്. നാഷണൽ സയൻസ് ഡേ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫെബ്രുവരി 28. അത് എന്തിൻ്റെ ഓർമ്മയ്ക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ CV രാമൻ്റെ ഗവേഷണം, അതായത് രാമൻ ഇഫക്റ്റ് കണ്ടെത്തിയതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മളിത് അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് നമ്മൾ ഫെബ്രുവരി 28 നാഷണൽ സയൻസ് ഡേ ആചരിക്കുന്നത്. ഈ രാമൻ ഇഫക്റ്റ് എന്നാ കണ്ടെത്തിയെന്ന് ചോദിച്ചാൽ 1928. ഓക്കെ, CV രാമനാണ് ഇത് കണ്ടെത്തിയത്. ഈ കണ്ടെത്തലിൻ്റെ ഭാഗമായിട്ട് ഇദ്ദേഹത്തിന് നോബൽ പ്രൈസ് നേടിയിട്ടുണ്ട് ഫിസിക്സിൽ. ഓക്കെ, അതെന്താണെന്ന് ചോദിച്ചാൽ 1923. അങ്ങനെ നോബൽ പ്രൈസ് ഫിസിക്സിൽ നോബൽ പ്രൈസ് നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാന്ന് ചോദിച്ചാൽ CV രാമനാണ്. 1930 ആണെന്ന് നോക്കുക. ഓക്കെ, ഇനി ഈ നാഷണൽ സയൻസ് ഡേൻ്റെ നമ്മൾ തീം പ്രത്യേകിച്ച് പറയും, എന്നാലും ഇതിലൊന്ന് ഓർത്തിരിക്കാൻ വേണ്ടി പറയുകയാണ്. 2024 ഇൻ്റർനാഷണൽ സയൻസ് ഡേൻ്റെ തീം എന്താണെന്ന് ചോദിച്ചാൽ ഇൻഡിജിനസ് ടെക്നോളജീസ് ഫോർ വികസിത് ഭാരത്. ഇൻഡിജിനസ് ടെക്നോളജി ഫോർ വികസിത് ഭാരത് ആണെന്ന് നോക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്, കൊല്ലത്തെ ആയതുകൊണ്ട്. ഇനി കഴിഞ്ഞ കൊല്ലത്തെ 2023 എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്ലോബൽ സയൻസ് ഫോർ ഗ്ലോബൽ വെൽബീങ്. ഗ്ലോബൽ സയൻസ് ഫോർ ഗ്ലോബൽ വെൽബീങ്. 2022 എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ച് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി ഫോർ സസ്റ്റൈനബിൾ ഫ്യൂച്ചർ. ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ച് ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി. സോ ഈ 3 ഒന്ന് ഓർത്തിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ കേസ് ഇത്രയേ ഉള്ളൂ. ഈ ഫെബ്രുവരി മാസത്തെ ഇമ്പോർട്ടൻ്റ് ദിവസമാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഈ ഫെബ്രുവരിയിലെ ഇമ്പോർട്ടൻറ്റ് തീംസ് എന്താണെന്നുള്ളതായിട്ട് നമ്മൾ വേറൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ടതെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക. നമ്മുടെ ചാനലാണ് ലൈക്ക് നൗ ലേണിംഗ്. സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണും. എല്ലാവർക്കും ബൈ.